ഞങ്ങൾ പറയും ഞങ്ങൾ പറഞ്ഞ അനുസരണ ഇല്ലാത്തവരായതുകൊണ്ടെന്ന് പറയും. പിന്നെ അതിൻ്റെ ഒരു ചട്ടക്കൂട് അത് മാറാൻ ഞങ്ങൾ സമ്മതിക്കാറില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങളാണ് പിടിച്ചു വെക്കുന്നത്. അതെ അതെ. പിന്നെ ഒരു നേഴ്സ് ആവണം, എൻ്റെ ചേച്ചിക്ക് പട്ടുസാരി മേടിച്ചു കൊടുക്കണം, ഈ 3 ആഗ്രഹങ്ങളെ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. എല്ലാ ഷോയിലും ലാലേട്ടനുണ്ട്. അത് ആക്ച്വലി ലാലേട്ടൻ്റെയും മുകേഷ് ഏട്ടൻ്റെയും പ്രൊഡക്ഷൻ ആയിരുന്നു. പക്ഷേ വെളുപ്പിന് 4:30 മണിയായപ്പോൾ ഈ ബസ് മറിഞ്ഞു. അപ്പോഴാണ് ഞാൻ അയ്യോ ഇദ്ദേഹം അല്ലേ മറ്റേ ചിത്ര സിനിമയിലെ. പ്രഗ്നൻസിയുടെ മുമ്പേ വരെ എൻ്റെ തടി എനിക്ക് ഒരിക്കലും ഒരു ബാധ്യതയില്ലായിരുന്നു. മികച്ച ഹാസ്യ പരിപാടികൾ മലയാളത്തിൽ ഇല്ലാത്തത് കൊണ്ട് അത് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റില്ല. ഞാൻ ഉൾപ്പെടെ ടാക്സ് കൊടുക്കുന്ന എൻ്റെ ഗവൺമെൻറ് തരുന്ന ഒരു അവാർഡിന് ചില ക്രൈറ്റീരിയകളുണ്ട്. അതല്ലെങ്കിൽ അവർ ആ ക്രൈറ്റീരിയ മാറ്റണമായിരുന്നു. ഇവരാരും മികച്ച കോമഡി പരിപാടി അല്ല എന്ന് പറയുന്നത് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ആ ഒരൊറ്റ സമയത്താണ് എനിക്ക് ആ ഒരു ഫാൻ മൊമെന്റ് എനിക്ക് കിട്ടിയത്. അതെനിക്ക് മറക്കാൻ പറ്റാത്തതാണ്. മണ്ടോദരി ഒരൊറ്റ പേരിലൂടെ മലയാളികളുടെ സ്വീകരണ മുറിയിലേക്ക് കയറി വന്ന ഒരാളാണ് ഇന്ന് കൂടെയുള്ളത്. നമസ്കാരം സ്നേഹ. നമസ്കാരം. എന്താണ് മണ്ടോദരിയുടെ വിശേഷം? എന്താണ് സ്നേഹയുടെ വിശേഷം? നന്നായിട്ട് പോണു, നല്ല വിശേഷം. ഓക്കെ, സുഖമായിട്ടിരിക്കുന്നു. എങ്ങനെയുണ്ട് ജീവിതം? എങ്ങനെ പോകുന്നു? മോൻ്റെ 1ാം ബർത്ത്ഡേ ഇപ്പൊ കഴിഞ്ഞേ ഉള്ളൂ. എങ്ങനെയുണ്ട്? മോൻ എന്ത് പറയുന്നു? മോനും ഹാപ്പിയാണ്. ജൂൺ 1 ആയിരുന്നു ഫസ്റ്റ് ബർത്ത്ഡേ. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത്. ഓക്കെ, ഇപ്പോൾ UAE-ലാണുള്ളത്. ഇവിടെ മറിമായത്തിലേക്ക് വരികയാണെങ്കിൽ, മറിമായമാണ് സ്നേഹയെ മലയാളികളുടെ മനസ്സിലേക്ക് എത്തിച്ചത്. മറിമായത്തിന്റെ വിശേഷങ്ങൾ എന്താണ്? മറിമായം 780 സമയം. ഇപ്പം എന്തായാലും ഒരു 14ാമത്തെ വർഷത്തിലേക്ക് ഞങ്ങൾ പോവാണ്. അതാണ് അതിൻ്റെ ഏറ്റവും പ്രത്യേകതയും അത് തന്നെയാണ്. കാര്യം ഇത്രയും വർഷം ഒരു വീക്ക്ലി ട്വൈസ് ഒക്കെയാണ് എപ്പിസോഡുകൾ മാക്സിമം അതിൻ്റെ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ 1. അത്രയും ഇതിൽ പോകുന്നൊരു പരിപാടി എനിക്ക് തോന്നുന്നു ടെലിവിഷനിൽ ആദ്യമായിട്ട് തന്നെയാണ്. ഏഷ്യാനെറ്റിൽ ആദ്യത്തിൽ കുറച്ച് സിനിമയിലെ പക്ഷേ ആർട്ടിസ്റ്റുകൾ മാറിയിട്ടുണ്ട്. നമ്മൾ ടീം മാറിയിട്ടില്ല. ഞങ്ങൾ അതേ ടീമിൽ, അതായത് മറിമായത്തിൻ്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ് മണികണ്ഠൻ പട്ടാമ്പി, വിനോദ് കോവൂര്, ഞാൻ. പിന്നെ അതിലേക്ക് ആഡ് ഓൺ ചെയ്ത് വന്ന ആൾക്കാരാണ് ബാക്കിയുള്ളവർ. അപ്പോൾ ഫ്രം ദ ബിഗിനിങ് ആ ആക്ടേഴ്സ് ആരൊക്കെ ഉണ്ടോ, ആഡ് ഓൺ ആയവരുണ്ടോ, അതിൽ നിന്ന് എനിക്ക് തോന്നുന്നു 1-2 പേര് മാത്രമാണ് കുറച്ച് എപ്പിസോഡുകൾ ചെയ്ത് മാറിയിട്ടുള്ളൂ. ഞങ്ങൾ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് 14ാമത്തെ വർഷത്തിലേക്ക് ഞാനും മണിയേട്ടനും വിനോദനും എത്തിയിരിക്കുകയാണ്. ഓക്കെ, ശരിക്കും ഒരു സ്വന്തം വീട് എന്നുള്ളൊരു അവസ്ഥയായിട്ടില്ല. കാരണം നമ്മൾ വീട്ടുകാരാണെങ്കിൽ പോലും ഒരു 15 വർഷമൊക്കെ ഒരുമിച്ച് എന്തായാലും ഒരു പരിധി കഴിഞ്ഞാൽ നമ്മളൊക്കെ വിട്ട് പോകും. ഇപ്പം ഞങ്ങളിപ്പോൾ ഗൾഫിൽ ഇവിടെ നിൽക്കുന്നത്, അതുപോലെ തന്നെ നാട്ടിലാണെങ്കിൽ പഠിക്കാൻ വേണ്ടി പോയിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ 15 വർഷമായിട്ട് ഒരുമിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, അത് എപ്പോഴും നമ്മളൊരു ടീമായിട്ട് നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു ഈഗോ വന്നു കഴിഞ്ഞാൽ ആ ടീം പൊളിയും എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ ഒരു ടീമിൻ്റെ ഗുണം എന്ന് പറയുന്നത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അത് ആക്ടിങ്ങിൽ മാത്രമല്ല, നമ്മുടെ എന്താ പറയുക, ജീവിതത്തിലെ സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്നത് അവരുടെ അടുത്ത് തന്നെയാണ്, പുറത്തുനിന്ന് ഒരാളുടെ അടുത്തല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും ഇപ്പം എനിക്ക് എല്ലാം നല്ലതല്ല, എൻ്റെ കുറവുകൾ അത്രയും മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാർ അവർ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഓരോരുത്തരുടെയും. അപ്പം നമുക്ക് അറിയാം ഒരാൾ എപ്പോൾ ചൂടാകും, അടുത്ത വാക്ക് എന്തായിരിക്കും വരിക എന്നുള്ളതൊക്കെ അറിയാം. അതൊക്കെ ഞങ്ങളുടെ എപ്പിസോഡിന് ഭയങ്കര ഗുണമാണ്. കാര്യം നമ്മൾ സ്ക്രിപ്റ്റ് അങ്ങനെ ഫോളോ ചെയ്ത് ചെയ്യുന്ന ഒരു പരിപാടിയല്ല. ഇംപ്രവൈസ് ചെയ്ത് വരുന്ന പല സീനുകളും കൊണ്ട് സംഭവിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് മണിയേട്ടനോ ന്യാസ്കോ ആണെങ്കിൽ അവരെന്തായിരിക്കും പറയാൻ വരിക എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അത് എക്സ്പീരിയൻസ് കൊണ്ട് വന്നൊരു കാര്യം കൂടിയാണ്. പക്ഷെ അവിടെ ഈ വ്യക്തികൾ എന്നുള്ള രീതിയിൽ കൂടി ഞങ്ങൾ കണക്റ്റഡ് ആയതിൻ്റെ ഒരു ഗുണം മറിമായത്തിനുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടുകാരെക്കാൾ കൂടുതൽ പരസ്പരം അറിയുന്ന ആളുകളായിരിക്കും. ആഴ്ചയിൽ എത്ര തവണയാണ് കാണുന്നത്? അങ്ങനെ ആഴ്ചയിൽ എന്നുള്ളതല്ല, ഞങ്ങൾക്ക് ആക്ച്വലി മാസത്തിൽ 8 ദിവസം ആണ് ഷൂട്ട് വരിക. ഒരു 4 ദിവസം ഒരു ഷെഡ്യൂള്, പിന്നെ ഒരു ബ്രേക്ക്, പിന്നെ ഒരു 4 ദിവസം, അങ്ങനെയാണ് ഞങ്ങളുടെ ഷൂട്ടിംഗ് ഡേറ്റ്സ്. പക്ഷേ എങ്കിൽ പോലും ഇപ്പം ഞാനിപ്പോൾ ദുബായി പോവുകയാണെങ്കിൽ ഞാൻ ദുബായി പോവാണെന്ന് എല്ലാവരും വിളിച്ച് പറഞ്ഞിട്ടാണ് പോരുക. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്താ പറയുക, വിനോദേട്ടൻ്റെ മുല്ല പൂക്കണ കഥകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് ആദ്യം വിനോദം വേണം, ആദ്യത്തെ മുല്ല ഉണ്ടായിട്ടോ, പിന്നെ അങ്ങോട്ട് പൂക്ക തന്നെ, പിന്നെ പത്രത്തിലൊക്കെ വരും, പിന്നെ അതെല്ലാവരും അറിയും. പക്ഷെ ഞാൻ പറയണ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ വരെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. ഇപ്പോൾ കോവിഡിൻ്റെ സമയത്താണ് ഞങ്ങൾക്ക് തീരെ കാണാൻ പറ്റാത്തൊരു ഇതിലേക്ക് വന്നത്. പക്ഷെ അപ്പോഴും ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഗ്രൂപ്പ് വീഡിയോ കോൾസിലൂടെ ആയിരുന്നു അത്. അങ്ങനെ ഞങ്ങളൊരു എപ്പിസോഡും ചെയ്തു, അത് മനോരമ ടെലികാസ്റ്റും ചെയ്തു.
അപ്പോൾ ഈ എന്താ പറയുക, ഈ ഒരു സൗഹൃദത്തിൻ്റെ ആ ഒരു സ്ട്രോങ് ഇപ്പം എത്രത്തോളം ആയിട്ടുണ്ടാവും? അല്ല, അത് എനിക്കറിയില്ല. പക്ഷേ ഞങ്ങൾ തമ്മിലുള്ള ആക്ടേഴ്സ് മാത്രമല്ല, അവരുടെ ഫാമിലീസും ഇപ്പോൾ ഭയങ്കര ബോണ്ടിങ് ആണ്. ഇപ്പോൾ മണിയൻ്റെ വൈഫ്, നിയാസ്കയുടെ വൈഫ്, വിനോട്ടൻ്റെ വൈഫ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വീട്ടിൽ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഒന്നിച്ച് ഒത്തുകൂടുക, ലുലു മളി പോവുക, അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങാൻ പോവുക, അങ്ങനെയൊക്കെയുള്ള അത്രയും ഒരു ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് പോയി. ഇപ്പം എൻ്റെ മകൻ്റെ ബർത്ത്ഡേ ആണെങ്കിൽ തന്നെയും 1-ാം തീയതി പിന്നെ എല്ലാവരും ആ ദിവസം ഫ്രീ ആയിരുന്നു. കാര്യം അവർ നേരത്തെ അത് പ്ലാൻ ചെയ്തിരുന്നു, മോൻ്റെ ബർത്ത്ഡേക്ക് പരിപാടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ വരും എന്നുള്ളത്. അപ്പോൾ 1-ാം തീയതിത്തെ വീഡിയോസും ഒക്കെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്നെ അത്രയും കെയർ ചെയ്തത്. ഞാനത് പറഞ്ഞിട്ടുമുണ്ട്, എൻ്റെ ഷൂട്ടിംഗ് സമയങ്ങളിലായിരുന്നു എൻ്റെ പ്രഗ്നൻസി പീരീഡ്. ഞാൻ ലീവ് എടുത്തിട്ടില്ല. ഒരു പ്രസവിക്കാൻ പോകുന്നതിന് ഒരു 5 ദിവസം മുമ്പേ വരെ ഞാൻ ഷൂട്ടിന് പോയിട്ടുണ്ട്. അപ്പോൾ അത്രയും നമ്മളെ കെയർ ചെയ്തിട്ടുള്ള ഓരോരുത്തരെ പറ്റി പറയാനാണെങ്കിൽ ഓരോ കഥകളുണ്ടാകും ആ സമയത്തെ. അങ്ങനെ അത്രയ്ക്കും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും കണക്റ്റഡ് ആണ്. നമുക്കിടയിൽ പിണക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. അതൊന്നും വലിയ കാര്യങ്ങൾക്കൊന്നും അല്ല കേട്ടോ, ചെറിയ കാര്യങ്ങൾക്ക് പിണക്കങ്ങൾ ഉണ്ടാവും. അങ്ങനെ പിണങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ ഈ പറഞ്ഞ പോലെ ഈ ചേച്ചിമാരായിരിക്കും ചിലപ്പോൾ ഇടപെടുക, എന്താ പറ്റിയ സ്നേഹം വെച്ചിട്ട് വിളിക്കും, അത് അതിൽ തീരും. അങ്ങനെയൊക്കെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളിത് പറയുമ്പോൾ എന്താ പറയുക, യാത്രകൾ ഇപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ ദുബായ് UAE യാത്ര, അതുപോലെ തന്നെ സിനിമയിലേക്ക് പോകുന്ന ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരായിട്ട് പോകാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഗ്യാപ്പ് കൊടുക്കുകയാണോ അതോ അവരുടെ ഷൂട്ടിങ്ങൾ മാറ്റി വെക്കുമോ? അല്ല, നമ്മൾ മറിമായത്തിൻ്റെ ഡേറ്റ്സ് ഓൾറെഡി നമുക്കൊരു കുറേ കാലങ്ങളിൽ അത് ഫിക്സഡ് ഡേറ്റ്സ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ എങ്ങനെയാണെന്ന് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 6 മാസം മുമ്പേ വരെയുള്ള ഡേറ്റ്സ് നമുക്ക് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ സിനിമകളോ അല്ലെങ്കിൽ പ്രോഗ്രാമുകളോ വരുമ്പോൾ നമ്മൾ പറയും 1 മുതൽ 6 വരെ ആ ദിവസങ്ങൾ ഞങ്ങളില്ല, ബാക്കി ദിവസങ്ങൾ എടുക്കാം. അങ്ങനെ, അതായത് ഈ ഷൂട്ടിങ്ങിൻ്റെ ദിവസം പരമാവധി ആരും എവിടെയും പോവില്ല മറിമായത്തിൻ്റെ. ഇപ്പോൾ സ്നേഹയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്നേഹ നല്ലൊരു കഥകളി ആർട്ടിസ്റ്റാണ്. ശരിക്ക് കഥകളി എന്നുള്ളതൊക്കെ എപ്പോഴാണ് വരുന്നത്? അതൊക്കെയാണ് ആദ്യം തൊട്ടേ എൻ്റെ കൂടെ ഉള്ളത്. ഞാൻ ഒരു 3 വയസ്സൊക്കെ ആകുമ്പോഴാണ് ഡാൻസ് പഠിച്ചു തുടങ്ങുന്നത്. എൻ്റെ ഡാൻസിൻ്റെ മാഷ് തന്നെയാണ് ഒരു 5-ാമത്തെ വയസ്സൊക്കെ ആയപ്പോൾ പുള്ളിയുടെ സുഹൃത്തായിട്ടുള്ള വാസുദേവൻ, കലാമണ്ഡലം വാസുദേവൻ എന്ന് പറയുന്ന മാഷെടുത്ത് എന്നെ കഥകളിക്ക് പഠിക്കാനാക്കുന്നത്. അത് 5 വയസ്സുള്ളപ്പോഴാണ്. എനിക്ക് ഭയങ്കര മടിയായിരുന്നു, കാര്യം അങ്ങനെ അടങ്ങിയിരിക്കുന്ന ഒരാളൊന്നും അല്ലായിരുന്നു ഞാൻ. പിന്നെ കുറച്ച് കഴിഞ്ഞ് അരങ്ങേറ്റമൊക്കെ കഴിയുമ്പോഴാണ് അതിനോട് ഭയങ്കരമായിട്ടുള്ളൊരു താല്പര്യം തോന്നുന്നത്. അതിൻ്റെ ഇടയിൽ 8 വയസ്സായപ്പോൾ ഓട്ടംതുള്ളൽ സ്റ്റാർട്ട് ചെയ്തു. കലാമണ്ഡല പ്രഭാര മാഷ വീട്ടിൽ പോയി പഠിക്കുകയായിരുന്നു. പിന്നെ അങ്ങനെ പോയി അതിൻ്റെ കൂടെ ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസ് എല്ലാം പഠിച്ചിരുന്നു. പിന്നെ നമുക്ക് തന്നെ അറിയാൻ പറ്റുമല്ലോ നമുക്ക് ഏതാണ് ഇഷ്ടം, നമുക്ക് ഏത് ചെയ്യുമ്പോഴാണ് കൂടുതൽ നന്നാവുക എന്നൊക്കെ നമ്മൾ സ്വയം വിലയിരുത്തുന്ന ഒരു സമയം എത്തിയപ്പം എനിക്ക് മനസ്സിലായി ഞാൻ കേരളീയ കലകൾ തന്നെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം എന്നും അത് ചെയ്യാനാണ് താല്പര്യം. അങ്ങനെയാണ് ഞാൻ മോഹിനിയാട്ടമൊക്കെ കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിങ്ങാലക്കുട നടനകരളിയിൽ പോയിട്ട് നിർമ്മൽ ടീച്ചറിൻ്റെ അവിടെ നിൽക്കുന്നതും. അങ്ങനെയാണ് വേണുജിയുടെ അഭിനയ ക്ലാസ്സുകളിലേക്ക് ഞാൻ എത്തിപ്പെടുന്നതും. വേണുജിയും നിർമ്മൽ ടീച്ചറും തന്നെയാണ് എന്നെ തിയേറ്റർ പഠിക്കാൻ വേണ്ടിയിട്ട് MA തിയേറ്റർ കോഴ്സിന് എനിക്ക് പറഞ്ഞു തരുന്നതും അവർ തന്നെയാണ് എൻ്റെ അടുത്ത് അവിടെ പഠിക്കാൻ പറയുന്നതും. അതൊരിക്കലും സിനിമയിൽ അഭിനയിക്കാനോ സീരിയലിൽ അഭിനയിക്കാനോ ഒന്നുമല്ലായിരുന്നു, ക്ലാസിക്കൽ തിയേറ്റർ കൂടിയാട്ടമാണ്. അപ്പോൾ അത്തരം അഭിനയ സങ്കേതങ്ങളെ പറ്റിയായിരുന്നു ഞാൻ കൂടുതലായിട്ടും ഇരിങ്ങാലക്കുടയിൽ നിന്ന് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കഥകളി, ഓട്ടംതുള്ളൽ, കൂടിയാട്ടം, മോഹിനിയാട്ടം എന്നൊക്കെ പറയുന്നത് അഭിനയം ഏതാണ്ട് ഒരേ രീതിയിൽ നമ്മൾ ട്രെയിൻ ചെയ്ത് വരേണ്ട കാര്യങ്ങളാണ്, എത്ര എളുപ്പത്തിൽ നടക്കുന്നതല്ല. അപ്പോൾ നമ്മൾ അക്കാഡമിക്കലി നമ്മൾ പഠിക്കുന്നതും കൂടെ ഒന്നാണെങ്കിൽ എനിക്ക് ഇച്ചിരി കൂടി ഈസിയാണ്. മറ്റേത് ഞാൻ മഹാരാജാസ് കോളേജിലാണ് ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്തേക്ക് സെമിസ്റ്ററൊക്കെ ഇങ്ങനെ ആയി വരികയാണ്. അപ്പം എൻ്റെ അറ്റൻഡൻസൊക്കെ പ്രോബ്ലം വന്നു തുടങ്ങി. ഞാൻ ആ സമയത്തെ കഥകളി, ഓട്ടംതുള്ളലൊക്കെ പ്രൊഫഷണലായിട്ട് പരിപാടിക്ക് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് MA തിയേറ്റർ ചെയ്യുന്നതും. MA തിയേറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്, എനിക്ക് തോന്നുന്നു 2nd ഇയർ പഠിക്കുന്ന സമയത്താണ് ഛായാമുഖി എന്ന് പറയുന്നൊരു നാടകം അതെ അതിലേക്ക് വരുന്നത്. അത് ശരിക്കും എൻ്റെ ടെലിവിഷനും സിനിമയ്ക്കും ഒക്കെ മുമ്പേ സംഭവിച്ച കാര്യമാണ്. അത് കഴിഞ്ഞ് ആ നാടകത്തിൻ്റെ ഭാഗമായിട്ടൊരു ആക്സിഡൻറ്റ് ഉണ്ടായ സമയത്താണ് ഞാൻ MPhil യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്യണത്. അതുകൊണ്ടാണ് ഞാൻ നാട്ടിലുണ്ടായിരുന്നത്. ഞാൻ കൽക്കട്ടയിലായിരുന്നു PhD രജിസ്റ്റർ ചെയ്തത്. പിന്നെ ആ യൂണിവേഴ്സിറ്റിയിൽ സിദ്ധാർത്ഥ ശിവ പഠിക്കുന്നതുകൊണ്ടാണ് മനോരമ ഒരു ചാനൽ തുടങ്ങുന്നു, അതിലേക്ക് ഒരാളെ വേണം എന്ന് പറഞ്ഞിട്ട്. അവർക്ക് ആരെയും ആ സമയത്ത് കിട്ടാത്തതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു.
അങ്ങനെ പോയതാണ് മറിമായത്തിൽ. പക്ഷേ ആ ഒരു എപ്പിസോഡ് 1 മാസത്തോളം എയർ ചെയ്തു. അപ്പോൾ കുറേ ആൾക്കാർ നല്ലതാണ് എന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ അതിലേക്ക് ആയത്. ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പം മറിമായത്തിനെ കുറിച്ച് നമ്മൾ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ മറിമായത്തിലെ കഥകൾ അല്ലെങ്കിൽ ആ എപ്പിസോഡിൻ്റെ സബ്ജക്റ്റുകളൊക്കെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? അല്ല, എപ്പോഴും നമുക്ക് ഭയങ്കര നമ്മളിപ്പോൾ കാണുമ്പോൾ അതൊരു കോമഡി പരിപാടി എന്ന് ആൾക്കാർ പറയുന്നുണ്ടെങ്കിലും ഞങ്ങൾ അതിനെ സമീപിക്കുന്ന വളരെ സീരിയസ് ആയിട്ടാണ്. അതായത് എന്താ പറയുക, സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള സംഗതികളാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ കൊടുക്കുന്നതിൽ ഒന്നുപോലും തെറ്റിപ്പോകരുത് എന്നുള്ള നിർബന്ധമുണ്ട്. ഇനി അഥവാ നമുക്ക് അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സംശയം വന്നാൽ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റായിട്ട് സംസാരിച്ച് അതിൻ്റെ നിയമങ്ങളൊക്കെ കൃത്യമായി പഠിച്ച് അങ്ങനെയൊക്കെയാണ് അത് ചെയ്യുക. അല്ലാതെ വളരെ എന്താ പറയുക ഈസി ആയിട്ട് ഷൂട്ട് ചെയ്യുന്നൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മറിമായത്തിന് ഒരു എപ്പിസോഡേ ഒരു ദിവസം ഷൂട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഈ അടുത്തായിട്ട് പൊളിറ്റിക്കൽ സംഭവങ്ങളൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. പണ്ട് സർക്കാർ ഓഫീസുകളിൽ കൂടുതലായി ഉണ്ടായിരുന്നു, പിന്നീട് ഇപ്പോൾ പുറത്തേക്കും കൂടെ കൂടുതലായിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു തീരുമാനത്തിന് പിന്നിൽ എന്തായിരുന്നു? അത് നമുക്ക് എപ്പോഴും നമ്മൾ വിചാരിച്ചിട്ടുള്ളത് സാധാരണ ജനങ്ങൾ ഫേസ് ചെയ്യുന്ന എന്താണോ അതെന്തും നമുക്ക് വിഷയമാണ്. അത് ആൾക്കാർക്ക് പ്രതികരിക്കണം എന്ന് തോന്നുന്ന കാര്യങ്ങൾ, ഇപ്പം എനിക്ക് പ്രതികരിക്കാൻ തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് പറയുന്നതിനേക്കാൾ ബലമുണ്ട് മറിമായത്തിൻ്റെ എപ്പിസോഡ് വരുമ്പോൾ. കാര്യം മന്ത്രിമാരുൾപ്പെടെ, സർക്കാർ ജീവനക്കാരുൾപ്പെടെ, പോലീസ് ഉദ്യോഗസ്ഥരുൾപ്പെടെ, വക്കീലന്മാർ എല്ലാവരും കാണുന്നൊരു പരിപാടിയാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അങ്ങനത്തെ വിഷയങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടി വന്നത്. പിന്നെ സർക്കാർ ഓഫീസുകളിൽ ഇപ്പോഴും ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും ഇപ്പോൾ കുറച്ചും കൂടി അവർ ഓൺലൈൻ സംവിധാനങ്ങൾ വന്നപ്പോൾ അവർക്ക് അധികം അടിപിടിക്കാൻ പറ്റില്ല. അങ്ങനെയുമുണ്ട്. അപ്പോൾ നമ്മൾ വിഷയങ്ങൾ തേടുമ്പോൾ അത് കൃത്യമായിരിക്കണമല്ലോ, നമ്മൾ കള്ളം പറയരുത് അങ്ങനെയാണെന്നുള്ളത്. അങ്ങനെയാണ് പിന്നെ നമുക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു സാധാരണ ജനത്തിന് പറയാൻ തോന്നുന്ന കാര്യങ്ങളാണ് മറിമായത്തിൻ്റെ വിഷയം. അല്ലാതെ നമ്മൾ ഒരിക്കലും ഒരു ഗവൺമെൻറ് ജോലിക്കാരെ ടാർഗറ്റ് ചെയ്തിട്ടില്ല. അല്ല, ഈ പൊളിറ്റിക്കൽ സംഭവം വന്നതോടുകൂടെ കുറച്ചും കൂടെ ജനകീയമായി എന്ന് തോന്നിയിട്ടുണ്ടോ? ആളുകൾ കുറച്ചും കൂടെ ട്രോളുകൾ വരുന്നുണ്ട്, കുറച്ചും കൂടെ ആളുകളുടെ ഇടയിൽ സംസാരം വരുന്നുണ്ട്, കുറച്ചും കൂടെ കൂടുതലായി അതുണ്ട്. ഇപ്പോൾ അതെന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ കോമഡി പരിപാടി ആയിട്ട് തോന്നുന്നത് ഒരുത്തൻ അനുഭവിക്കുന്ന കാര്യങ്ങൾ സ്ക്രീനിൽ കാണുമ്പോൾ അങ്ങനെ നമുക്ക് തോന്നുന്നതാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും 14 വർഷമായിട്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നതും ആൾക്കാരുടെ ആ ഇഷ്ടം പോവാതെ നിൽക്കുന്നതും. ഇതിനിടയിൽ ഇത് ഡെയിലി എപ്പിസോഡുകൾ വിടുന്നതിനെ പറ്റി നമ്മുടെ ചാനൽ ആലോചിച്ചതാണ്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ സത്യത്തിൽ ഞങ്ങൾ ആക്ടേഴ്സിനെ സംബന്ധിച്ച് നല്ലതാണ്. കാര്യം ഒരു ദിവസം ഒരു എപ്പിസോഡ് എടുക്കുന്ന സ്ഥിതിക്ക് മാസത്തിലൊരു 10-25 ദിവസം ഷൂട്ടും വരും, അത്രയും പൈസയും കിട്ടും. പക്ഷെ ഞങ്ങൾ ആണ് അങ്ങോട്ട് ആവശ്യപ്പെട്ടത് നമുക്കത് വേണ്ട. കാര്യം നമ്മൾ കൊടുക്കുന്ന സാധനം എപ്പോഴും ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന ആഗ്രഹമുള്ള ആൾക്കാരാണ് ഞങ്ങൾ. നമുക്ക് ഉറപ്പായും ഇത് ഞങ്ങളുടെ ജോലിയാണ്, പൈസ വേണം, അതെല്ലാം വേണം. പക്ഷേ എനിക്ക് തോന്നുന്നു ബാർഗെയിൻ ചെയ്യാതെ ഞങ്ങൾ ഇപ്പോഴും വർക്ക് ചെയ്യുന്ന പരിപാടി മറിമായം മാത്രമാണ്. അതിൻ്റെ ക്വാളിറ്റി വേണം എന്നുള്ളതുകൊണ്ട്. അപ്പോൾ അത്രയും ശ്രദ്ധിച്ചിട്ടാണ് ഇതെല്ലാം വിടുന്നത്. പിന്നെ ഈ പൊളിറ്റിക്കൽ പക്ഷേ നമുക്ക് ചില സമയത്ത് നമുക്ക് ദേഷ്യം വരും. കാര്യം 2 പാർട്ടികൾ തമ്മിലുള്ള വാക്പോര് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളിലേക്ക് നമ്മുടെ ചെറിയ കട്ട്സൊക്കെ ഇവർ യൂസ് ചെയ്യും. അതല്ല ഞങ്ങൾ പറയാൻ ഉദ്ദേശിച്ച കണ്ടന്റ്, അതല്ല നമ്മുടെ കണ്ടന്റ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മളോട് ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഫുൾ ലിങ്ക് ഇട്ട് കൊടുക്കും. ഇത് ഫുള്ള് കാണാൻ എന്താണ് പറഞ്ഞെന്നുള്ളത്. അങ്ങനെയും സംഭവിക്കാറുണ്ട്. അച്ഛൻ നല്ലൊരു രാഷ്ട്രീയ നേതാവാണ്, സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. രാഷ്ട്രീയം അല്ല, ഇപ്പോൾ അങ്ങനെ എന്താ പറയുക ഒരു രാഷ്ട്രീയ പ്രവർത്തനം അങ്ങനെയൊന്നും ഇല്ല. പക്ഷേ ഞാൻ വളർന്നു വന്ന സാഹചര്യം അങ്ങനെ തന്നെയാണ്. എൻ്റെ അച്ഛന് എന്താ പറയുക, അച്ഛൻ ഈ പറഞ്ഞതുപോലെ നന്നായിട്ട് വായിക്കുകയും എഴുതുകയും ചെയ്തിരുന്ന ഒരാളാണ്. ശ്രീകുമാർ എന്നാണ് പേര്. വാട്ടർ അതോറിറ്റിയിൽ അല്ല, അത് ഞാൻ എല്ലായിടത്തും പറയും. ആക്ച്വലി ഞാൻ പേര് മാറ്റിയതല്ല, ഇതാണ് എൻ്റെ പേര്. ഞാൻ ഇനി എന്ത് തന്നെ ആയിരുന്നെങ്കിലും ഞാൻ എൻ്റെ പേര് മാറ്റിയുമില്ലായിരുന്നു. അതെ, അത് അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അച്ഛൻ വാട്ടർ അതോറിറ്റിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. പിന്നെ നമ്മുടെ പഞ്ചവത്സര പദ്ധതി കേരളത്തിൽ ആ സമയങ്ങളിൽ വരുന്ന സമയത്ത് ഇതിൻ്റെ പദ്ധതി എഴുതാനൊന്നും അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളല്ല. അപ്പോൾ രാഷ്ട്രീയമൊന്നും നോക്കാതെ തന്നെ ആ സമയത്ത് പല പഞ്ചായത്തുകൾക്കും വേണ്ടി പദ്ധതി എഴുതി ഉണ്ടാക്കി കൊടുത്ത ഒരാളാണ്. എന്ന് പറഞ്ഞാൽ കൂടുതൽ സമയം
എന്താ പറയുക, സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് രാഷ്ട്രീയം ഉണ്ടായിരുന്നു, പക്ഷേ ഒരിക്കലും രാഷ്ട്രീയം നോക്കിയല്ല പുള്ളി ഈ കാര്യങ്ങൾ ചെയ്തിരുന്നത്. ഇപ്പം ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രവർത്തകനായിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ആ രീതിയിലായിരുന്നു നോക്കി. കുറച്ച് ഫിസിക്സ് ആയിരുന്നു മെയിൻ. അപ്പോൾ കുറച്ച് ശാസ്ത്രവുമായി ബന്ധപ്പെട്ട രീതിയിലായിരുന്നു പുള്ളിയുടെ ജീവിതം. അതൊക്കെ നമ്മളെ കുറേ സ്വാധീനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറിമായത്തെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു 4ാമത്തെ ഡയറക്ടർ എങ്ങാണ്ടാണ്, 4ഓ 5ഓ ആയിട്ട്. അപ്പോൾ ഈ ഡയറക്ടർമാർ മാറുന്നത് സാധാരണ നമ്മൾ പറയുക ഒരു സിനിമയുടെയോ എന്തിൻ്റെയൊക്കെ ബാക്ക് ബോൺ അല്ലെങ്കിൽ അതിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്നത് സംവിധായകനാണ്. പ്രത്യേകിച്ച് സംവിധായകൻ മാറുന്നതിനനുസരിച്ചുള്ള ഒരു മാറ്റം എന്തുകൊണ്ടാണ് മറിമായത്തിൽ നമുക്ക് പ്രകടമായി കാണാത്തത്? ഞങ്ങൾ പറഞ്ഞ അനുസരണ ഇല്ലാത്തവരായതുകൊണ്ടാണ് കാര്യം. ഇപ്പം മറിമായത്തിൻ്റെ ഡയറക്ടേഴ്സ് മാറുന്നത് അത് ഉറപ്പായിട്ടും മനോരമ എന്ന് പറയുന്നത് ഒരു കോർപ്പറേറ്റ് സ്ഥാപനമാണ്. അപ്പോൾ പല പ്രൊഡ്യൂസേഴ്സ് വരും. അപ്പോൾ അവർ അസൈൻ ചെയ്ത് വിടുന്നത് പല ഡയറക്ടേഴ്സിനെയാണ്. അങ്ങനെയാണ് അത് സംഭവിക്കുന്നത്. അപ്പം ഉറപ്പായിട്ടും ഓരോ ഡയറക്ടേഴ്സിൻ്റെയും എന്താ പറയുക ഇൻപുട്ട് കൃത്യമായി എല്ലാ എപ്പിസോഡുകളിലും ഉണ്ട്. അതൊരു പക്ഷേ ആൾക്കാർക്ക് മനസ്സിലാകാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അത് ഹിഡനായി കിടക്കുന്നുണ്ടായിരിക്കും. പിന്നെ അതിൻ്റെ ഒരു ചട്ടക്കൂട് അത് മാറാൻ ഞങ്ങൾ സമ്മതിക്കാറില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങളാണ് പിടിച്ചു വെക്കുന്നത്. അതെ അതെ, പല കാര്യങ്ങളിലും അതാ ഞാൻ പറഞ്ഞത്. പല സമയങ്ങളിലും നിങ്ങൾ ഷൂട്ടിംഗ് കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ വിചാരിക്കും ദൈവമേ ഇവർക്ക് വട്ടാണോ, ഇവർക്ക് ഷൂട്ട് ചെയ്ത് തീർത്താൽ പോരെ, അങ്ങനെ തോന്നിപ്പോവും. അത്ര വലിയ വഴക്കുകൾ ഞങ്ങളുടെ സെറ്റുകളിൽ സംഭവിക്കാറുണ്ട്. വഴക്കെന്ന് പറഞ്ഞാൽ അതായത് ഒരു ക്യാരക്ടർ ഇന്നതാണെങ്കിൽ ആ ക്യാരക്ടർ എങ്ങനെ സംസാരിക്കും അത് അയാൾ പറയേണ്ട കാര്യമില്ല. ഇത്തരം വാദങ്ങളാണ് കേട്ടോ. അപ്പോൾ അത് ഡയറക്ടറായിട്ടും ഒക്കെ സംസാരിക്കാറുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ട് ആക്ടേഴ്സ് തമ്മിൽ തർക്കങ്ങൾ വരാറുണ്ട്. പക്ഷേ അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ വിജയം. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്നുള്ളത് ആ ഡയറക്ടർ കൃത്യമായി എടുത്തെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ദൈവം സഹായിച്ച് ഇതുവരെ വന്ന ഡയറക്ടേഴ്സൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മളും അവരോട് ബഹുമാനമില്ലാണ്ട് അങ്ങനെയൊന്നുമല്ല. പക്ഷെ എന്നാലും ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, പൈസ എന്നുള്ളതല്ല, നമ്മൾ വളർത്തിക്കൊണ്ട് വന്ന എന്തോ ഒരു കുട്ടിയെ പോലെയാണ് ഞങ്ങൾക്ക് മറിമായൻ. അതെ, അപ്പം അത് ഒരിക്കലും താന്നു പോവാൻ നമുക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള ആരോഗ്യപരമായ ചർച്ചകളിൽ കൂടി തന്നെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഡയറക്ടർ മാത്രമല്ല, ക്യാമറമാന് നല്ല റോളുണ്ട്, എല്ലാവർക്കും നല്ല. അവരൊക്കെ ഒരേ ടീം തന്നെയാണോ വർഷങ്ങളായിട്ടുള്ളത്? അവർ മാറി മാറി വരും. അതായത് അവിടെ ഒരു 8-9 ക്യാമറമാൻമാരുണ്ടെങ്കിൽ അവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കും ഇന്ന പ്രോഗ്രാംസ് എന്നുള്ള രീതിയിൽ മാറ്റിയിടും. അതെ അതെ, മനോരമയുടെ പ്രൊഡക്ഷൻ ആണല്ലോ. അതെ അതെ അതെ. അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ പൊതുവെ വിദ്യാഭ്യാസം ഇപ്പോഴുണ്ട്. പക്ഷെ എന്നാലും ഒരു വലിയ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ വളരെ കുറച്ച് പേർക്ക് അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ. പക്ഷേ 2 പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ല, ഞാൻ MA തിയേറ്റർ ആർട്സ് ആണ്, MPhil ആണ് പെർഫോമിംഗ് ആർട്സ്. ശരിക്കും ഈ ഒരു പഠിക്കാനുള്ളത് അമ്മയുടെയും അച്ഛൻ്റെയും ഒരു പിന്തുണ കൊണ്ടാണോ സിനിമയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ എത്രയൊക്കെ? അല്ല, നമ്മൾ ഒരിക്കലും സിനിമയോ സീരിയലോ സ്വപ്നം കണ്ടിട്ടില്ല. ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് അറിയാതെ വന്നു കയറിയ സാധനങ്ങളാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ ചെറുതിലുള്ള ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് കഥകളിയിൽ ഡോക്ടറേറ്റ് എടുക്കണം, പിന്നെ ഒരു നേഴ്സ് ആവണം, എൻ്റെ ചേച്ചിക്ക് പട്ടുസാരി മേടിച്ചു കൊടുക്കണം. ഈ 3 ആഗ്രഹങ്ങളെ എനിക്കുണ്ടായിട്ടുള്ളൂ. അപ്പോൾ നേഴ്സ് ആവണം എന്നുള്ളത് പിന്നെ മറിമായത്തെ കൂടി സാധിക്കേണ്ടി വന്നു. അതെ, പിന്നെ ചേച്ചിക്ക് പട്ടുസാരികൾ ഇപ്പോൾ അത്യാവശ്യം മേടിച്ചു കൊടുക്കുന്നുണ്ട്. ആ 3 ആഗ്രഹങ്ങളാണ് എനിക്കുണ്ടായിരുന്നത്. കഥകളിയിൽ PhD എന്നുള്ളത് അന്നും ചെറുതിലേ മുതലേ എനിക്കൊരു ആഗ്രഹമുള്ള കാര്യമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് PhD രജിസ്റ്റർ ചെയ്തത് കൽക്കട്ടയിൽ ശാന്തിനികേതനിൽ. പക്ഷേ എന്താ പറയുക, നമ്മൾ വിചാരിക്കും പോലെ സംഭവിക്കില്ല എന്ന് പറഞ്ഞ പോലെ ആ ഒരു ആക്സിഡൻറ്റ് കൊണ്ട് എനിക്ക് നാട്ടിൽ തന്നെ നിൽക്കേണ്ടി വന്നു. അപ്പോൾ ആ കിടക്കുന്ന സമയത്ത് പോലും ഛായാമുഖിയുടെ ആക്സിഡൻ്റ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് നാട് വിട്ട് മാറി നിൽക്കാൻ പറ്റിയ ഒരു ഹെൽത്ത് അല്ലായിരുന്നു നമ്മുടെ. അത് അത്യാവശ്യം വലിയ ഓൺ സ്പോട്ടിൽ ഒരു ആക്ടർ മരിക്കുകയൊക്കെ ചെയ്തൊരു വലിയ ആക്സിഡൻ്റ് ആയിരുന്നു. അപ്പോൾ അതിനെ കുറിച്ചൊന്ന് പറയാമോ? കാരണം ഞാൻ തന്നെ വളരെ കുറേ നോക്കുന്ന ഇടക്കാണ് ആ സംഭവം കണ്ടത്. അത് നമ്മൾ ഛായാമുഖി എന്താ പറയുക ഷോസ് അത്യാവശ്യം നമുക്ക് ഉണ്ടായിരുന്നു. സത്യത്തിൽ ബാംഗ്ലൂർ ഷോ കഴിഞ്ഞ് നമ്മുടെ പ്ലാനിങ് UAE എല്ലാ ഷോയിലും ലാലേട്ടനുണ്ട്. അത് ആക്ച്വലി ലാലേട്ടൻ്റെയും മുകേഷ് ഏട്ടൻ്റെയും പ്രൊഡക്ഷൻ ആയിരുന്നു. അവരാണ് അത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ പ്രശാന്ത് നാരായണനാണ് ഡയറക്റ്റ് ചെയ്തത്. അദ്ദേഹം ഈ ഇടയ്ക്ക് മരിക്കുകയുണ്ടായി. പിന്നെ അങ്ങനെ എന്താ പറയുക, എന്തുകൊണ്ടും നല്ല നാടകമായിരുന്നു, എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന നാടകമായിരുന്നു. ഒരുപാട് സ്റ്റേജുകൾ അത് കളിച്ചു വരുമായിരുന്നു.
ബാംഗ്ലൂർ ഷോയ്ക്ക് ഞാൻ PhD രജിസ്റ്റർ ചെയ്ത് അവിടുന്ന് ഇറങ്ങുമ്പോഴാണ് ഇടവേള ബാബു ചേട്ടൻ വിളിച്ചിട്ട് പറയുന്നത് ഇങ്ങനെ ബാംഗ്ലൂർ ഷോ വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ ഞാൻ തിരിച്ചു വന്നു. ബാംഗ്ലൂർ ഷോയ്ക്ക് വേണ്ടിയാണ് വന്നത്. ബാംഗ്ലൂർ ഷോ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് ലാലേട്ടനും മുകേഷ് ചേട്ടനും മാത്രമാണ് ഫ്ലൈറ്റ് പോയത്. ബാക്കി അവരുടെ അസിസ്റ്റൻസ്, നമ്മുടെ മേക്കപ്പ് പട്ടണ റഷീദൊക്കെയാണ്, പുള്ളിയുടെ ആൾക്കാർ, ഇടവേള ബാബു ചേട്ടൻ, അങ്ങനെ തുടങ്ങിയ എല്ലാ ആക്ടേഴ്സും എല്ലാ ക്രൂവും വരുന്നത് കല്ലടയുടെ ഒരു ബസ്സിലാണ്, വലിയ ബസ്സിൽ. പക്ഷേ വെളുപ്പിന് 4:30 മണിയായപ്പോൾ ഈ ബസ് മറിഞ്ഞു, മീഡിയനിൽ കയറി മറിഞ്ഞു. ഒരാൾ സ്പോട്ട് ഡെത്തായി. അദ്ദേഹം ഒരു കഥകളി നടനായിരുന്നു, രഞ്ജിത്ത് ഇളമക്കര എന്ന് പറഞ്ഞിട്ട്. പിന്നീട് ഒരു 5 പേര് കുറച്ച് ക്രിട്ടിക്കൽ സിറ്റുവേഷനിലായിരുന്നു. അപ്പോൾ ഈ 5 ബെഡിൽ ഒരു ബെഡ് എൻ്റെതായിരുന്നു. പിന്നെ ഞങ്ങൾ നാട്ടിലേക്ക് ഷിഫ്റ്റായി മെഡിക്കൽ റെസ്റ്റിൽ വന്ന് കഴിഞ്ഞപ്പോഴാണ് അമ്മ ഉണ്ടായിരുന്നു കൂടെ. അപ്പം അത്ര നേരം എനിക്ക് വയ്യാത്തപ്പോൾ അമ്മ എന്നെയല്ലേ നോക്കുകയുള്ളൂ. അമ്മ ഒന്നും പറഞ്ഞിട്ടില്ല. മെഡിക്കൽ റെസ്റ്റിൽ വന്ന് ചേച്ചിയും ചേട്ടനെയൊക്കെ എന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് അമ്മ ഡോക്ടറോട് പറയണത് അമ്മയ്ക്ക് എവിടെയോ പെയിൻ ഉണ്ടെന്നത്. പിന്നെ നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഈ വാരിയലിൽ ഒടിഞ്ഞിട്ട് അത് ലങ്സിൽ പോയിട്ട് ഇൻഫെക്ഷനായി ഇരിക്കുന്ന അവസ്ഥയിലായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും അമ്മയ്ക്കുണ്ട്. അങ്ങനെ ഒരു ഭയങ്കര വലിയൊരു ആക്സിഡൻ്റ് ആയിരുന്നു അത്. പിന്നീട് റിക്കവറി ആയതിന് ശേഷം നമ്മൾ ഛായാമുഖി ഷോസ് 2-3 ചെയ്തിരുന്നു. ലാലേട്ടനായിട്ടുള്ളൊരു ഇതൊക്കെ എന്തായിരുന്നു ആ സമയത്തൊക്കെ? അല്ല, ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ഞാൻ കാലടിയിൽ പഠിക്കുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു ഇത് വരുന്നത്. അപ്പോൾ 2008 തോന്നുന്നു, 2008-2009 ആ സമയത്താണ്. അപ്പോൾ ഈ എൻ്റെ അമ്മ അപ്പോഴും ഒന്ന് പുറകോട്ട് വലിക്കുക. വേറൊന്നുമല്ല, നമുക്ക് അറിയാൻ പാടില്ലാത്തൊരു മേഖലയാണിത്. ഞങ്ങളെ സംബന്ധിച്ച് കഥകളി, ഓട്ടംതുള്ളൽ അതൊക്കെയാണ് വലിയ സംഗതികൾ. അപ്പോൾ അമ്മ പറഞ്ഞു അതൊക്കെ വേണം, സിനിമാക്കാരുടെ പരിപാടിയല്ലേ. പക്ഷെ അവിടെയും നാടകമാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പിന്നെയും ഒന്ന് ആലോചിക്കാം. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് പ്രശാന്ത് നാരായണൻ, 11ാം വയസ്സിൽ ആട്ടക്കഥയൊക്കെ എഴുതിയ, കഥകളിയുമായിട്ട് വളരെ ബന്ധമുള്ള ഒരാളാണ്. അങ്ങനെയാണ് ഞാൻ അതിലെത്തിപ്പെടുന്നത്. അവിടെ എത്തി ആദ്യമൊക്കെ ഈ മോഹൻലാലോ മുകേഷോ ഒന്നും അങ്ങോട്ട് വന്നിട്ടില്ല. ഡമ്മിയിട്ട് വർക്ക് ചെയ്യില്ലേ, റിഹേഴ്സൽസ് അങ്ങനെ ചെയ്യായിരുന്നു. കാര്യം അവർ ഓൾറെഡി പഠിച്ചു വെച്ചിരുന്നു. ഏറ്റവും ലാസ്റ്റ് ജോയിൻ ചെയ്ത ആളാണ് ഞാൻ. പിന്നെ ഒരു ദിവസം പറയുന്നു ലാലേട്ടൻ വരുന്നു, അപ്പോൾ ഇനി അങ്ങനെയാണ് റിഹേഴ്സൽ. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചത് എനിക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും. കാര്യം ചെറുതിലേ മുതലേ നമ്മൾ ടീം തിരിഞ്ഞ് ഫാൻസ് ഉണ്ടാവുമല്ലോ. ഇപ്പം ചെറുതിലേ ഞാൻ മോഹൻലാലിൻ്റെ ആളും ചേച്ചി മമ്മൂട്ടിയുടെ ആളും അങ്ങനെ അടിയായിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചത് വലിയ പ്രശ്നമാവുന്നതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു തിയേറ്ററൊക്കെ പഠിച്ചത് കൊണ്ടായിരിക്കാം അന്ന് വന്നപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഇതൊന്നുമില്ല, ഒരു ആക്ടർ വരുന്നു എന്നുള്ളതേ ഉണ്ടായിട്ടുള്ളൂ. വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ ചെയ്തു. ഫസ്റ്റ് ഷോ വന്നിട്ട് ലുലുവിലായിരുന്നു, തൃശ്ശൂർ. അപ്പോൾ ഈ ഷോയുടെ കൺവെൻഷൻ സെൻറ്ററിൽ അവിടെ നമ്മൾ ഷോൻ്റെ തലേ ദിവസം മീഡിയയ്ക്ക് വേണ്ടിയിട്ടൊരു ഷോ ചെയ്തു. എന്നുവെച്ചാൽ ഈ ഷോ നടക്കുമ്പോൾ ഫോട്ടോ ഫ്ലാഷ് അതൊന്നും വരരുത് എന്ന് ഡയറക്ടർക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തലേ ദിവസം മീഡിയസിന് വേണ്ടിയിട്ടൊരു ഷോ വെച്ചു. ആ ഷോ ചെയ്യുന്ന സമയത്താണ് ഭീമനെ ഹിടുമ്പോൾ ഇങ്ങനെ പിടിക്കുന്നൊരു സമയമുണ്ട്. അപ്പോഴാണ് ഞാൻ ഓർത്ത് അയ്യോ ഇദ്ദേഹമല്ലേ മറ്റേ ചിത്ര സിനിമയിലെ. ആ ഒരൊറ്റ സമയത്താണ് എനിക്ക് ആ ഒരു ഫാൻ മൊമെന്റ് എനിക്ക് കിട്ടിയത്. അതെനിക്ക് മറക്കാൻ പറ്റാത്തതാണ്. ഭാഗ്യത്തിന് അതിൻ്റെ എക്സിറ്റ് ആയിരുന്നു. ആ ക്യാരക്ടർ സ്റ്റേജിൽ നിന്ന് പോകുന്ന ലാസ്റ്റ് സീക്വൻസ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടെ, ഇല്ലെങ്കിൽ മൊത്തമായിട്ട് ചാളമായ കുളമായി കൈ കിട്ടിയേനെ. പക്ഷെ പിന്നീട് അങ്ങോട്ടൊന്നും പ്രശ്നം ഉണ്ടായില്ല. പക്ഷേ എപ്പോഴും എന്നോട് സംസാരിച്ചിരുന്നത് കഥകളിയെക്കുറിച്ചായിരുന്നു. പുള്ളി വാനപ്രസ്ഥമൊക്കെ ചെയ്തതുകൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. പഠിക്കാൻ പറ്റിയിട്ടില്ല, പക്ഷെ എന്നാലും ഗോപിയാശാൻ്റെ ഇതിൽ അന്നൊക്കെ ചെയ്യാൻ പറ്റി. അന്നും ഇന്നും എപ്പോഴും എന്നെ കാണുമ്പോൾ പറയണം ഒരിക്കലും കഥകളി വിടരുത്, അതെല്ലാവർക്കും പറ്റുന്നതല്ല, എപ്പോഴും പറഞ്ഞിരുന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ലാൽജു സാറിൻ്റെ വെളിപാടിൻ്റെ പുസ്തകം ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് കണ്ടത്. അപ്പോഴും ഇന്നലെ കണ്ട പോലത്തെ ഒരു പരിചയക്കേട് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അന്ന് ഞാൻ പറഞ്ഞ പല നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പറയുന്ന കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ, സ്വകാര്യങ്ങൾ, ഇതൊക്കെ പുള്ളി അറിയാതെ കേട്ടിട്ടുമുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു എന്താ ഞാൻ പറഞ്ഞ അയ്യോ പറയില്ലേ, എന്നെ നമ്മൾ കേട്ടത്തില്ലേ, അതുവരെ ഓർമ്മയുണ്ടെന്നുള്ളതാണ്. അങ്ങനെ വളരെ അതായത് കാണുമ്പോഴൊക്കെ വളരെ നല്ല രീതിയിലുള്ള ഒരു ഇതാണ്. അല്ല, ഈ ശരിക്കും കഥകളി എന്നുള്ളത് നമ്മൾ അത്രത്തോളം പരിചിതമല്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ കേരളത്തിൽ എടുക്കുകയാണെങ്കിലും ഓക്കെ, ഒരു കുറച്ച് പേര് മാത്രം ചെയ്യുന്ന, നമ്മളുടെ ഭാഗമല്ല എന്ന് പൊതുവെ ആളുകൾ വിചാരിക്കുന്ന ഒരു സംഭവമാണ്. ആ കഥകളി പഠിക്കാനുള്ളൊരു താല്പര്യം അതിൻ്റെ പിന്നിൽ എന്താ ശരിക്കും? അത് അമ്മയാണ്. അമ്മ ആക്ച്വലി പള്ളിപ്പുറം ഗോപാലൻ എന്നായിരുന്നു കൊണ്ട് വലിയൊരു കഥകളി ആശാനുണ്ടായിരുന്നു. ഗോപാലൻ മാമയുടെ നാട്ടിൽ നിന്നാണ് അമ്മ.
അപ്പോൾ അന്നൊക്കെ സ്ത്രീകളെ പഠിപ്പിക്കില്ല കഥകളി. അപ്പോൾ അമ്മ ആ ഒരു ആഗ്രഹം മൊത്തം തീർത്തത് എൻ്റെ ചേച്ചിയുടെ കയ്യിൽ കൂടിയാണ്. ചേച്ചി പക്ഷെ വഴുതി മാറിക്കളഞ്ഞു, ഡാൻസ് മാത്രമാക്കി. പിന്നെ ഞാനാണ് അതിലേക്ക് കണ്ടിന്യൂ ചെയ്തത്. അങ്ങനെയാണ് കഥകളി വന്നത്. അപ്പോൾ കഥകളി പിന്നെ നമ്മൾ ചെയ്തു തുടങ്ങിയപ്പോൾ നമുക്ക് വേഷം കെട്ടാൻ ഇഷ്ടമാണ്. ഒരുപാട് പരിപാടികൾ അമ്പലത്തിൽ ചെയ്യാൻ തുടങ്ങി. പിന്നെ നമുക്ക് എറണാകുളത്ത് വനിതാ ട്രൂപ്പ് തന്നെയുണ്ട് തൃപ്പൂണിത്തുറയിൽ. അപ്പോൾ അവരുടെ കൂടെ അതെല്ലാം ചേച്ചിമാർ സ്ത്രീകളുടെ ട്രൂപ്പാണ്. അപ്പം അതിൽ പോയിട്ട് ഞാൻ കളിക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഈ പ്രഗ്നൻ്റ് ആവുന്നതിൻ്റെ തലേ വർഷം വരെ കളിച്ചിരുന്നു. ആ ഒരു വർഷം കളിച്ചിട്ടില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ വീണ്ടും ഞാൻ വേഷം കെട്ടി. ഒരു കാര്യം ചോദിക്കട്ടെ, അത് വേറെ ഒന്നുമല്ല, പ്രത്യേകിച്ച് ഡാൻസ് കഥകളി എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ശരീരഭാരം അതൊരു വെല്ലുവിളിയാണോ? അല്ലെങ്കിൽ അല്ല, അത് ആക്ച്വലി ഈ പ്രഗ്നൻസിയുടെ മുമ്പേ വരെ എൻ്റെ തടി എനിക്ക് ഒരിക്കലും ഒരു ബാധ്യതയില്ലായിരുന്നു. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഡാൻസ് ചെയ്തിരുന്നത്. ഓട്ടംതുള്ളൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു 1.5 മണിക്കൂർ പാടണം, തുള്ളണം, പിന്നെ പല ക്യാരക്ടേഴ്സായിട്ട് അഭിനയിക്കണം. അതായത് കഥയ്ക്കും എന്നാലും നമ്മളത് പാടണം, ഇതെല്ലാം ചെയ്യണം. പിന്നെ കഥകളിയുടെയൊക്കെ ഏകദേശം താരതമ്യമുള്ള കലാശങ്ങളൊക്കെയാണ് അതിൽ വരിക. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതെല്ലാം ഞാൻ ഈസിയായി ചെയ്തിരുന്നു. പക്ഷേ പ്രഗ്നൻസിക്ക് ശേഷം വന്ന തടി എനിക്ക് ഒരിച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ ഇനി കുറയ്ക്കാനുള്ള ഒരു ശ്രമം തുടങ്ങി. അതല്ലാതെ ഒരിക്കലും ഞാൻ തടി കുറയ്ക്കാൻ ശ്രമിച്ചിട്ടില്ല. കുടുംബജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെ പോകുന്നു ശ്രീകുമാറും സ്നേഹയും കേദാറും? എന്താണ് കുടുംബജീവിതത്തിന്റെ? നന്നായിട്ട് പോകുന്നു. ഞങ്ങൾ ഹാപ്പി ആയിട്ട്, നമ്മളിപ്പോൾ എറണാകുളത്താണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്, മുളന്തുരുത്തി. അവിടെ സുഖമായിട്ട് പോകണു. ഇപ്പം നമുക്ക് എന്താ പറയുക, നേരത്തെ ഒരു കുറച്ച് സമയമെങ്കിലും ഉണ്ടായിരുന്നത് പോലും ഇപ്പം ഇല്ല എന്നുള്ളൊരവസ്ഥയാണ്. കേദാർ ഉണ്ടെങ്കിൽ പിന്നെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സ്നേഹ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ആക്റ്റീവായിട്ടുള്ളതാണ്. ശ്രീകുമാർ വളരെ സൈലന്റ് ആയിട്ട് ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്നതാണ്. കേദാർ എങ്ങനെയാ? കേദാർ എനിക്ക് തോന്നുന്നു എന്നെ പോലെ സംസാരിക്കുന്ന. ഇപ്പോഴേ എന്തൊക്കെയോ അങ്ങനെ പറയും, കലകലാന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഒച്ചേലിച്ചിരിക്കും കേദാർ. പിന്നെ ഇപ്പോൾ കാക്ക, ചേട്ടൻ, അച്ഛൻ, അമ്മ, ഇല്ല, അങ്ങനെയൊക്കെ പറയും. അമ്മയായതിനു ശേഷം ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം കേദാർ വരുന്നതിന് മുമ്പ് എനിക്കൊരു പെറ്റുണ്ട്, ഓസ്കാർ. അപ്പോൾ ഓസ്കാർ വരുന്നതിന് മുമ്പുള്ള ഞാനല്ല ഓസ്കാർ വന്നതിന് ശേഷം. എനിക്ക് ഒരുപാട് ക്ഷമ വന്നു. ഞാൻ ഒരുപാട് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അവന് വേണ്ടിയിട്ട് എൻ്റെ സമയങ്ങൾ കുറേ മാറ്റി വയ്ക്കാൻ തുടങ്ങി, ഓസ്കാറിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഈസി ആയിരുന്നു കേദാർ വന്നപ്പോൾ. അതായത് എനിക്ക് ഓൾറെഡി ക്ഷമയുണ്ടല്ലോ. മറ്റവന് എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല, കേദാറിന് പിന്നെ കുറച്ചെങ്കിലും മനസ്സിലാവുമല്ലോ കുറച്ച് കഴിയണ സമയത്ത്. ആ ആശ്വാസത്തിലാണ് ഞാൻ ഇരിക്കണേ. ഓക്കെ. ഇപ്പോൾ പിന്നെ അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് ഇടപെടുന്നുണ്ട്. യൂട്യൂബ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിലെല്ലാം സജീവമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. മോശം കമൻറ്റുകൾ വരാറുണ്ടോ? അങ്ങനെ അതിപ്പോൾ ഭയങ്കരമായിട്ട് ഒരുപാട് ആളുകൾ പറയുന്നൊരു സംഭവമാണ്. മോശം കമൻറ്റുകൾ വരാറുണ്ടോ എന്ന് ചോദിച്ചാൽ വരാറൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അതൊന്നും അങ്ങനെ മൈൻഡ് ചെയ്യണ ആളല്ല. പിന്നെ ഞാൻ മൈൻഡ് ചെയ്താൽ അയാളുടെ വിദ്യയെന്ന് കൂട്ടിയാൽ മതി, ഞാൻ ടാർഗറ്റ് ചെയ്യും. അങ്ങനത്തെ ഒരു വൃത്തിയുടെ സ്വഭാവം എനിക്കുണ്ട്. ഞാൻ അങ്ങനെ അധികം ഒന്നും മൈൻഡ് ചെയ്യുന്ന ആളെയല്ല. പക്ഷേ തുടർച്ചയായിട്ട് എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു ചേച്ചി, ആ ചേച്ചി എന്നെ സംബന്ധിച്ച് എൻ്റെ വീട്ടിൽ ആരൊക്കെ താമസിക്കണം, എങ്ങനെ താമസിക്കണം എന്ന് ഞാനാണ് തീരുമാനിക്കുക. ഞാനൊരു പട്ടിയെ വളർത്തുന്നു എന്ന് പറഞ്ഞിട്ട് അവരിനി പറയാനൊന്നുമില്ല. എന്നെ ഫേസ്ബുക്ക് പേജിൽ മെസ്സേജ് ചെയ്യുക, അത് കേദാറാണ് കൊട്ടുന്നത്. കേദാറിന് കൊട്ടുന്ന ഒരു പ്രത്യേകതരം കഴിവും കൂടിയുണ്ട്. എന്തിട്ടാലും ഇങ്ങനെ കൊട്ടും, അതിനാണ്. അങ്ങനെ ഒരാളെ കൂടെ നമ്മൾ ഇന്റർവ്യൂവിൽ ഇടയ്ക്ക് വെച്ച് ചേർക്കുകയാണ്. ഹലോ, ഹായ് കേദാർ. ഹായ് ഹായ് പറ. ഹലോ, എന്തുണ്ട്? യുഎയിലൊക്കെ വന്നിട്ട് വിമാനം കയറി വന്നോ? വിമാനം കയറിയോ? കേദാറിന്റെ 3ാമത്തെ UAE യാത്രയാണല്ലേ ഇത്? അതെ അതെ, ഞങ്ങൾ നേരത്തെ സംസാരിച്ചിരുന്നു. ഹായ്, ഹലോ. ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്തും എനിക്ക് തോന്നുന്നു ഒരു 3-4 വട്ടം ഞാൻ വന്നു പോയിട്ടുണ്ട് പ്രോഗ്രാമിന്. കാര്യം നമ്മൾ ഓൾറെഡി ഏറ്റു വെച്ച പരിപാടികൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇനി പോണോ? കൊട്ടിക്കോ. എല്ലാവരും കൊട്ട് കാണേണ്ടതാണ്. കൊട്ട് കണ്ട് സഹകരിക്കണം. നല്ല കൊട്ടാണല്ലോ. തക്കിട്ട കൊട്ടി കൊടിച്ച് ഇത്ര സൗണ്ടെല്ലാം ഉണ്ടാക്കാൻ കഴിയും എനിക്ക്.
അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഫേസ്ബുക്ക് പേജിൽ വരുന്ന കമൻ്റാണ്. അപ്പോൾ അങ്ങനെ ആ ചേച്ചി ഒരു നായേൻ്റെ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ അങ്ങ് അവർക്ക് മെസ്സേജ് ചെയ്ത് തുടങ്ങി. അപ്പോൾ അവർ റിപ്ലൈ അയച്ചു തുടങ്ങി. അങ്ങനെ ചെയ്ത് അവസാനം അവർ തോറ്റ് പിന്മാറി. അതുവരെ ഞാൻ അവരെ ബുദ്ധിമുട്ടിച്ച് കളഞ്ഞു. അങ്ങനെ കുട്ടിക്കൊണ്ടാവും പോയി. നമുക്ക് എന്തായാലും അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ അടുത്ത് ചേച്ചിയുടെ ഒരു കമന്റ് കണ്ടിരുന്നു, അതായത് പിന്നെ സംസ്ഥാന ടെലിവിഷൻ അവാർഡുമായി ബന്ധപ്പെട്ട് ശരിക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പരാമർശം നടത്താനുള്ള കാരണം? അതായത് മികച്ച ഹാസ്യ ടെലിവിഷൻ സീരീസുകളില്ല എന്ന് പറഞ്ഞിട്ട്, സീരിയലുകളില്ല എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പരാമർശം? അത് ഞാനല്ല പറഞ്ഞേ, അത് പറഞ്ഞത് മന്ത്രി ആ അവാർഡ് പ്രഖ്യാപിക്കുന്ന വേദിയിൽ മീഡിയയ്ക്ക് മുമ്പിൽ പറഞ്ഞതാണ്. മികച്ച ഹാസ്യ പരിപാടികൾ മലയാളത്തിൽ ഇല്ലാത്തത് കൊണ്ട് അത് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റില്ല. പകരം കോമഡി സ്റ്റാർസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയ്ക്കാണ് അവാർഡ് കൊടുത്തിരിക്കുന്നത്. അപ്പം അത് എന്തിനു വേണമെങ്കിലും അവാർഡ് കൊടുത്തോട്ടെ. ഇപ്പോൾ ഈ പറയുന്ന കോമഡി സ്റ്റാറിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും അല്ല മറ്റ് ഷോസിൽ വർക്ക് ചെയ്യുന്ന എല്ലാം നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ്. നമുക്ക് ആരോടും ഒരു പ്രശ്നമില്ല. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഈ 14 വർഷത്തിനുള്ളിൽ എനിക്ക് തോന്നുന്നു തുടർച്ചയായ എല്ലാ വർഷങ്ങളിലും ഒന്നില്ലെങ്കിൽ ബെസ്റ്റ് 19 വരെ തുടർച്ചയായിട്ട് അവാർഡുകൾ വന്നിട്ടുണ്ട്. മികച്ച ഹാസ്യ പരിപാടിയെന്നോ അല്ലെങ്കിൽ മികച്ച ഹാസ്യ അഭിനേതാവിനോ ഒക്കെ സ്റ്റേറ്റ് അവാർഡുകൾ കിട്ടുന്നുണ്ട്. ഇതിലൊക്കെ പുറമേ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് തരുന്ന ഒരു സ്നേഹവും അത് നമുക്ക് ഒരിക്കലും എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റാത്തതുമാണ്. പക്ഷേ ഞാൻ എന്തുകൊണ്ട് അത് എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സംസാരിക്കുന്നത് ഒരു പ്രൈവറ്റ് ചാനലിൻ്റെ അവാർഡിനെ പറ്റിയിട്ടല്ല. ഞാൻ ഉൾപ്പെടെ ടാക്സ് കൊടുക്കുന്ന എൻ്റെ ഗവൺമെൻറ് തരുന്ന ഒരു അവാർഡിന് ചില ക്രൈറ്റീരിയകളുണ്ട്. അതല്ലെങ്കിൽ അവർ ആ ക്രൈറ്റീരിയ മാറ്റണമായിരുന്നു. അതല്ലെങ്കിൽ ഇത്തവണത്തെ അവാർഡ് ലിസ്റ്റിലേക്ക് നിങ്ങൾ ആരും തരണ്ട, കാര്യം ഞങ്ങൾ അവാർഡ് ക്രൈറ്റീരിയ മാറ്റിയിട്ട് നിങ്ങൾ തന്നാൽ മതി എന്ന് പറയാം. ഇതൊന്നും ചെയ്യാതെ ഇത് നിസ്സാര പരിപാടിയൊന്നുമല്ല. 5 എപ്പിസോഡ് ഏറ്റവും മികച്ച എപ്പിസോഡുകൾ കണ്ടെത്തി അത് CD ആക്കി അതിൽ വർക്ക് ചെയ്തവരെ എഴുതി അതിൻ്റെ സിനാപ്സിസ് എഴുതി അങ്ങനെയൊക്കെയാണ് ഈ അവാർഡിന് നമ്മൾ അയക്കുന്നത്. ഈ പെയിനൊന്നും ഞങ്ങൾ ആക്ടേഴ്സ് എടുക്കുന്നില്ല, എങ്കിൽ പോലും ഞങ്ങൾ ഡയറക്ടർ അത് എടുക്കുന്നുണ്ട്. അങ്ങനെ എത്രയോ ഡയറക്ടേഴ്സ്. അപ്പോൾ ഒരു സറ്റയർ ഷോ എന്ന് പറഞ്ഞ് മലയാളത്തിൽ ഇല്ല എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. മറിമായം ഉറപ്പായും ഒരു സോഷ്യൽ സറ്റയർ ഷോ ആണ്. രണ്ടാമത് ഞങ്ങൾക്ക് തരേണ്ട അളിയൻസ് എന്ന് പറയുന്ന ഷോ ഉണ്ട്, അല്ലെങ്കിൽ സൂസു ഉണ്ട്, ചക്കപ്പഴമുണ്ട്, ഉപ്പുമുളക് ഉണ്ടായിരുന്നു, തട്ടിമുട്ടി ഉണ്ടായിരുന്നു. ഇവരാരും മികച്ച കോമഡി പരിപാടി അല്ല എന്ന് പറയുന്നത് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഒന്നും ഞാൻ അപ്പം ആലോചിച്ചില്ല. എനിക്ക് തോന്നിയത് ഞാൻ എഴുതി. പിന്നെ ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കഥ പറഞ്ഞു തുടങ്ങി തീരണം, ഒരു എപ്പിസോഡിൽ തീർന്നിരിക്കണം. അതാണ് ഫിക്ഷൻ എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫിക്ഷൻ കാറ്റഗറിയിൽ എങ്ങനെയാണ് ഒരു റിയാലിറ്റി ഷോയ്ക്ക് അവാർഡ് കൊടുക്കുക? അത് റിയാലിറ്റി ഷോ മത്സരമാണ്. അതെങ്ങനെ ഈ ക്രൈറ്റീരിയയിലേക്ക് വരും? അപ്പോൾ ഒന്നില്ലെങ്കിൽ ആ ക്രൈറ്റീരിയ അവർ മാറ്റണമായിരുന്നു, അതല്ലെങ്കിൽ ഇത്തവണ നിങ്ങൾ ആരും അയക്കണ്ട, ഞങ്ങളിത് മാറ്റിയിട്ട് മതി എന്നുള്ളത് പറയായിരുന്നു. അതൊന്നും ഇല്ലാതെ ഒറ്റയടിക്ക് മലയാളത്തിൽ മികച്ച കോമഡി പരിപാടി ഇല്ല എന്നൊരു ന്യായം പറയുന്ന ജൂറിയോടും മന്ത്രിയോടും എനിക്ക് സംസാരിക്കാനുണ്ടായിരുന്നു. അത് ഞാൻ കൃത്യമായി എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തി. അത്രയേ ഉള്ളൂ. പ്രതികരണം ഉണ്ടായിരുന്നോ? എങ്ങനെ പ്രതികരിക്കും? അവരെന്ത് ഉത്തരം പറയും? അതിന് എന്ത് ഉത്തരം പറയാൻ പറ്റും? ഒരു തരത്തിലുള്ള പ്രതികരണം ഒരു തരത്തിലും ഇല്ല. ഞാൻ പിന്നെ ചലച്ചിത്ര അക്കാദമിയുടെ ഒഫീഷ്യൽ ഫേസ്ബുക്കിൽ അവർ അവാർഡ് ജൂറിയുടെ ചിത്രം ഇട്ടിരുന്നു. അതിൻ്റെ അടിയിൽ ഞാൻ പോയിട്ട് ഇത് കോപ്പി പേസ്റ്റ് ചെയ്തിരുന്നു. ഒരു ഉത്തരവില്ല. പക്ഷേ എന്നാൽ അതിൻ്റെ അടിയിൽ ഒരുപാട് പ്രേക്ഷകർ വന്നിട്ട് ഇത് ആരുടെ അവാർഡ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് മറിമായം കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നുള്ളത്. ഞാൻ ഒരിക്കലും മറിമായത്തിന് അവാർഡ് കിട്ടാത്തതുകൊണ്ടോ ഞങ്ങൾക്ക് അവാർഡ് കിട്ടാത്തതുകൊണ്ടോ അല്ല ഞാനത് എഴുതിയത്. അത് ഒരു ചാനലിൻ്റെ അവാർഡല്ലല്ലോ. നമ്മളിപ്പോൾ പല ചാനലുകളിലും അവാർഡ് കാണാറുണ്ട്. അവരുടെ സീരിയലുകളിലെ ആൾക്കാരെ വെച്ചിട്ട് തന്നെ അവർ മികച്ച വില്ലൻ, മികച്ച ഇത് അങ്ങനെ കൊടുക്കും. അത് അവരുടെ ഇഷ്ടമാണ്, അവരുടെ പ്രൈവറ്റ് അവാർഡാണ്. അതല്ല, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അവാർഡാണ്. അപ്പം അത് ഒരു പൊതുജനം എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് അറിയണം അതെന്താണ് അതിൻ്റെ ക്രൈറ്റീരിയ. അതാണ് ഞാനത് എഴുതിയത്. എന്തായാലും ജനങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കുടിയേറി കഴിഞ്ഞിട്ടുണ്ട്. വർഷങ്ങളായിട്ട് മലയാളികളുടെ മനസ്സിൽ, മലയാളികളുടെ സ്വീകരണ മുറിയിൽ മറിമായമുണ്ട്. അതുപോലെ തന്നെ മിക്ക ആക്ഷേപഹാസ്യ പരിപാടികളുണ്ട്. ഇനിയും ഒരുപാട് കാലം ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു.